വെൽക്കം ടു മാസ്റ്റർ മൈൻഡ് എഡ്യൂക്കേഷൻ ഓൺലൈൻ ക്ലാസ്സസ്. എല്ലാ വിദ്യാർത്ഥികൾക്കും മറ്റൊരു ക്വസ്റ്റ്യൻ പേപ്പർ NIOS ക്വസ്റ്റ്യൻ പേപ്പർ അവലോകന ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പ്രധാനമായിട്ടും ട്രൂ ഓർ ഫാൾസ് എന്ന് പറയുന്ന ഭാഗമായിരുന്നു ചർച്ച ചെയ്തിരുന്നത്. അതെല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് മാച്ച് ദ ഫോളോയിങ്, വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. അതോടൊപ്പം ചില 1-2 ഓർ മാർക്ക് ക്വസ്റ്റ്യനുകളും ആണ് ചർച്ച ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ കഴിഞ്ഞ ക്ലാസ്സിലെ ഭാഗങ്ങൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവും. ഇന്ന് നമ്മൾ മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ നമ്പർ 24. ഇവിടെ കോളം ബി ആൻഡ് കോളം എ, രണ്ട് കോളമാണ് നമുക്കുണ്ടാവുക. അതിലൊന്ന് മേറ്റിംഗ് റിലേഷൻഷിപ്പ്, കോമൺ ഹാബിറ്റേഷൻ, റെക്കണിംഗ് ഓഫ് ഡീസൻറ്റ് എക്കണോമിക് സിസ്റ്റം. അഥവാ എന്താണ് പറയുന്നത്, റിലേഷൻഷിപ്പ് എന്ന് പറയുന്നതും അതുപോലെ തന്നെ എന്താണ് പാരമ്പര്യത്തിലൂടെ ലഭിക്കുന്നതും അതുപോലെ തന്നെ പൊതുവായ വാസസ്ഥലത്തിലൂടെ ഉള്ളതും സാമ്പത്തിക വ്യവസ്ഥയിലൂടെ ഉള്ളതും എന്നതാണ്. അത് എന്താണ് എന്നാണ് ഒന്നാമത്തെ ഒരു ഓപ്ഷൻ. രണ്ടാമത്തെ എന്താണ്, സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ ഈസ്, അഥവാ കുട്ടികളുടെ സാമൂഹ്യവൽക്കരണം എന്ന് പറയുന്നത്. മൂന്നാമത്തേത് വൈഫ്, ഹസ്ബൻഡ് ആൻഡ് സൺ ആൻഡ് ഡോട്ടർ, അവർ എന്താണ്. അതുപോലെ തന്നെ പാട്രി ലോക്കൽ, മാട്രി ലോക്കൽ, നിയോ ലോക്കൽ. ഈ 3 വാസസ്ഥലങ്ങളെ കുറിച്ചാണ് പിതൃദായം അതുപോലെ തന്നെ മാതൃ വാസസ്ഥലങ്ങൾ, ഇതിനെക്കുറിച്ചാണ് നമ്മോട് ചോദിച്ചത്. നിയോ ലോക്കൽ 3. ഇതിൽ ഓപ്ഷനുകളാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അതിൽ എന്താണ്, ഫാമിലി ഓഫ് ഓറിയന്റേഷൻ, രണ്ടാമത്തെ ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ, മൂന്നാമത്തെ ടൈപ്സ് ഓഫ് ഫാമിലി ബേസ്ഡ് ഓൺ അതോറിറ്റി, അതോറിറ്റിയുടെ അടിസ്ഥാനത്തിലുള്ള ഫാമിലി, നാലാമത്തെ ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി, ഫാമിലിയുടെ പൊതുവായ സവിശേഷത. ദെൻ ടൈപ്സ് ഓഫ് ഫാമിലി ബേസ്ഡ് ഓൺ റെസിഡൻസ്, റെസിഡൻസിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫാമിലി. അതുപോലെ തന്നെ മറ്റൊന്നാണ് വൺ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി, ഫാമിലിയുടെ പ്രത്യേകത അല്ലെങ്കിൽ ചുമതല. ഈ 6 ഓപ്ഷനുകളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നമ്മൾ എന്ത് ചെയ്യണം, ഇത് തിരഞ്ഞെടുക്കണം. ഏതായിരിക്കും ഒന്നാമത്തേതിൻ്റെ ഉത്തരം? ഒന്നാമത്തേതിൻ്റെ ഉത്തരം എന്ന് പറയുന്നത് ഡി ആണ്. അഥവാ ഫങ്ഷൻസ് ഓഫ് ദി ഫാമിലി എന്നതാണ്, ഫാമിലിയുടെ ചുമതലകളാണ് എന്ന് പറയുന്നത്. ഈ മേറ്റിംഗ് ഓഫ് റിലേഷൻഷിപ്പ് ഉണ്ടാക്കുക, നല്ല ബന്ധങ്ങൾ സ്ഥാപിക്കുക, അതുപോലെ തന്നെ കോമൺ ഹാബിറ്റേഷൻ, പൊതുവായ വാസസ്ഥലം ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ പൊതുവായിട്ടുള്ള പാരമ്പര്യം ഉണ്ടായിരിക്കുക, അതുപോലെ തന്നെ എന്താണ് ഒരു എക്കണോമിക് സിസ്റ്റം, സാമ്പത്തിക വ്യവസ്ഥ ഉണ്ടായിരിക്കുക എന്നുള്ളത്. അതാണ് ഒന്നാമത്തേൻ്റെ ആൻസർ. അപ്പം നമ്മൾ പറയുന്നത് ഏതാണ്, പ്രധാനമായിട്ടും ഡി എന്ന് പറയുന്നതാണ് ഉത്തരം. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. 1 ഡി ആണ്. സോറി, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി എന്നതാണ്. നമ്മൾ ചെറിയൊരു വ്യത്യാസം ഇവിടെ ക്വസ്റ്റ്യനിൽ വന്നിട്ടുണ്ട്, അതുകൊണ്ടാണ് നേരത്തെ മാറിപ്പോയത്. അപ്പോൾ ശ്രദ്ധിക്കുക, ജനറൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഫാമിലി, ഫാമിലിയുടെ പൊതുവായിട്ടുള്ള സവിശേഷത എന്ന് പറയുന്നതാണ് നമ്മൾ ഓർത്ത് വെക്കേണ്ടത്. ഇനി അടുത്തത് ഏതായിരിക്കും? അപ്പോൾ അടുത്തത് എഫ് ആണ്. രണ്ടാമത്തെ വൈഫ്, ഹസ്ബൻഡ് ആൻഡ് സൺ ഓഫ് ഡോട്ടർ, വൺ ഓഫ് ദ ഫങ്ഷൻസ് ഓഫ് ഫാമിലി, അതാണ് രണ്ടാമത്തേതിൻ്റെ ഓപ്ഷൻ. മൂന്നാമത്തേത് ഏതായിരിക്കും? സോറി, രണ്ടാമത്തേത് സോഷ്യലൈസേഷൻ ഓഫ് ചിൽഡ്രൻ ഈസ്, അത് എൻ്റെ ആൻസർ എന്ത് പറയുന്നത്, വൺ ഓഫ് ദി ഫങ്ഷൻസ് ഓഫ് ഫാമിലി. ആ 2. 3 വൈഫ്, ഹസ്ബൻഡ്, സൺ ആൻഡ് ഡോട്ടർ എന്ന് പറയുന്നതാണ് 3. അതിൻ്റെ ആൻസർ ഏതായിരിക്കും? ബി ആണ്, ഫാമിലി ഓഫ് പ്രൊക്രിയേഷൻ, അഥവാ കുടുംബങ്ങളെ ഉൽപ്പാദിപ്പിക്കുക, അതാണ് വൈഫ്, ഹസ്ബൻഡ്, സൺ ആൻഡ് ഡോട്ടർ എന്ന് പറയുന്നിടത്ത് ഓർത്ത് വെക്കും. 4 പാട്രി ലോക്കൽ, മാട്രി ലോക്കൽ ആൻഡ് നിയോ ലോക്കൽ, അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത് ഏതാണ്? ഇ ആണ്, ടൈപ്സ് ഓഫ് ഫാമിലി ബേസ്ഡ് ഓൺ
റെസിഡൻസ് അഥവാ റെസിഡൻസ് നമ്മൾ പഠിച്ചു പോയതാണ്. ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫാമിലി ഉണ്ട്. അപ്പോൾ അതിൽ റെസിഡൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? വാസസ്ഥലത്തിൻ്റെ അടിസ്ഥാനത്തിലുള്ള ഫാമിലിയാണ് നമ്മൾ പാട്രി ലോക്കൽ, മാട്രി ലോക്കൽ, നിയോ ലോക്കൽ എന്ന് പറയുന്നത്. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. റീഡ് ദ പാസേജ് കെയർഫുള്ളി ആൻഡ് ദെൻ ദ ആൻസർ ദ ക്വസ്റ്റ്യൻ വിച്ച് ഫോളോസ്. 1 മാർക്ക് ഈച്ച്. ഓരോന്നിനും ഓരോ മാർക്ക് വീതമാണ് ഉള്ളത്. ഏതാണ് ക്വസ്റ്റ്യൻ? ഇവിടെ ഈ പാസേജ് വായിക്കണം. വായിച്ച് അതിന് ശേഷം എന്ത് ചെയ്യണം? അതിൻ്റെ താഴെയുള്ള ക്വസ്റ്റ്യനുകൾക്ക് നമ്മൾ എന്ത് ചെയ്യണം? ആൻസർ ചെയ്യണം. ഇതാണ് നമ്മോട് പ്രധാനമായിട്ടും ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ. 4 ക്വസ്റ്റ്യനുകൾ നമ്മോട് ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ പാസേജ് എന്ത് ചെയ്യണം? ഫുള്ളായിട്ടും വായിച്ചിരിക്കണം. അഥവാ റിലീജിയസ് ഡൈവേഴ്സിറ്റി ഇസ് എ ഫീച്ചർ ഓഫ് ഇന്ത്യൻ സ്ട്രക്ചർ ആൻഡ് ഇറ്റ് പ്ലേസ് ആൻ ഇമ്പോർട്ടൻറ്റ് റോൾ ഇൻ പൊളിറ്റിക്സ്. ഇന്ത്യയിലെ പ്രധാനപ്പെട്ട ഒരു പ്രത്യേകതയാണ് ഡൈവേഴ്സിറ്റി എന്ന് പറയുന്നത്. റിലീജിയസ് ഡൈവേഴ്സിറ്റി അഥവാ മതപരമായിട്ടുള്ള ഒരു പ്രത്യേകത ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണ്. The adoption of secularism incorporating the maximus equality of all religions and absence of a state religions testifies to this reality of Indian politics. എന്താണ് പറയുന്നത്? ഇന്ത്യയുടെ ഒരു പ്രത്യേകതയാണെന്ന് പറയുന്നത് ഈക്വാളിറ്റി ഓഫ് ഓൾ റിലീജിയൻ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? അപ്പോൾ അത് നമ്മൾ the presence of religious communalism too reflects the harmful side of religious diversity. അഥവാ ഇപ്പോൾ നടക്കുന്ന മതപരമായിട്ടുള്ള പ്രശ്നങ്ങൾ അത് നമ്മളെന്ത് ചെയ്യുന്നുണ്ട്? നമ്മുടെ റിലീജിയസ് ഡൈവേഴ്സിറ്റിയും. ഇന്ത്യ വൈവിധ്യങ്ങളുടെ നാടാണ്. വൈവിധ്യം, വ്യത്യസ്ത മതങ്ങൾ, ജാതികൾ, ഗോത്രങ്ങൾ, ഭാഷകളെല്ലാം അടങ്ങിയിട്ടുള്ള ഒരു രാജ്യമാണ് ഇന്ത്യ. അപ്പോൾ ഇന്ത്യയിലെ ആ റിലീജിയസ് ഡൈവേഴ്സിറ്റിക്ക് എന്ത് ചെയ്യുന്നുണ്ട്? ചില മതപരമായിട്ടുള്ള തീവ്രവാദ പ്രവർത്തനങ്ങൾ പ്രശ്നങ്ങളുണ്ടാക്കുന്നത്. ഇറ്റ് ഈസ് ഇൻഡീഡ് ടു ക്വൈറ്റ് perplexing to find that no Indian religion advocates violence and exclusiveness, yet in the name of various religions violence often interrupts in different parts of India. ഇന്ത്യ എന്ത് ചെയ്യുന്നില്ല? ഒരിക്കലും മതങ്ങൾ തമ്മിലുള്ള സംഘർഷങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുന്നില്ല. ഇന്ത്യ ടോളറൻസിനാണ് പ്രാധാന്യം കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇന്ത്യയുടെ വ്യത്യസ്ത ഭാഗങ്ങളിൽ വ്യത്യസ്ത തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. We regularly face the loss of human life and precious resources because of aggressive and biotic clashes between the force of Hindu communalism, Muslim communalism and Christian communalism. ഹിന്ദു കമ്മ്യൂണലിസവും മുസ്ലിം ഹിന്ദു അതുപോലെ തന്നെ ക്രിസ്ത്യൻ തീവ്രവാദ പ്രവർത്തനങ്ങൾ മൂലം ഇന്ത്യ ഒരുപാട് പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ സാധാരണയായിട്ട് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നു എന്നാണ് പറയുന്നത്. The spirit of secularism and the process of secularization of political culture and yet to secure reasonable hold in the polity. Religious tolerance is preached by all, yet it is not effectively practiced and cultivated. എന്താണ് നേരത്തെ ഞാൻ പറഞ്ഞിട്ടുള്ള റിലീജിയസ് ടോളറൻസ് എന്ന് പറയുന്നത്? എന്താണ് അത്? നമ്മുടെ രാജ്യത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നടപ്പിലാക്കുന്നുണ്ടെങ്കിലും കൂടി അത് പലപ്പോഴും എന്ത് ചെയ്യുന്നില്ല? പ്രശ്നങ്ങളിലേക്ക് പോവുകയാണ്. As a such religious factor continues as an hindering and harmful factor in the harmonious process of socio-political development. ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള മതപരമായിട്ടുള്ള സഹിഷ്ണുതകൾ എന്ത് ചെയ്യുന്നുണ്ട്? അത് രാജ്യത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയമായിട്ടുള്ള ഡെവലപ്മെൻറ്റിനെ അത് ബാധിക്കുന്നുണ്ട് എന്നാണ് പറയുന്നത്. In sociology, the word religion is used in a wider sense than that used in religious books. സോഷ്യോളജി എന്ന് പറയുന്നത് മതത്തെ അല്ലെങ്കിൽ റിലീജിയൻ എന്ന് പറയുന്ന വാക്കിന് വലിയ ഒരു പ്രാധാന്യം കൊടുക്കുന്നുണ്ട്, അല്ലെങ്കിൽ വൈഡായിട്ടുള്ള വിശാലമായ അർത്ഥം നൽകുന്നുണ്ട്. അതുപോലെ തന്നെ ഇറ്റ് ഡിഫൈൻസ് റിലീജിയൻ ആസ് ദോസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ്, symbols, values and practices that provide groups of men with solution to their questions to ultimate being. അഥവാ എന്ത് ചെയ്യുന്നു? ഇതൊരു സ്ഥാപനവൽകൃതമായിട്ടാണ് കാണപ്പെടുന്നത്. റിലീജിയൻ എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഇൻസ്റ്റിറ്റ്യൂട്ട് സിസ്റ്റം ഓഫ് ബിലീഫ്സ്, അഥവാ വിശ്വാസത്തിൻ്റെ ഒരു സ്ഥാപനമായിട്ടും സിംബൽസ്, വാല്യൂസ്, അതുപോലെ തന്നെ ചില
അടയാളങ്ങൾ, സിംബലുകൾ, അതുപോലെ വാല്യൂസ് ആൻഡ് പ്രാക്ടീസസ് അത് എന്ത് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാവുന്ന ഒന്നായിട്ടാണ് എന്ത് ചെയ്യുന്നത്, ഇതിനെ കണക്കാക്കുന്നത്. എ കോമൺ ക്യാരക്ടറിസ്റ്റിക്സ് ഫൗണ്ട് എമംഗ് ഓൾ റിലീജിയൻ ഈസ് ദാറ്റ് റെപ്രസെൻറ്റ് എ കോംപ്ലക്സ് ഓഫ് ഇമോഷണൽ ഫീലിംഗ് ആൻഡ് ആറ്റിറ്റ്യൂഡ്സ് ടുവാർഡ്സ് മിസ്റ്റീരിയസ് ആൻഡ് പെർപ്ലക്സിറ്റീസ് ഓഫ് ലൈഫ്. എല്ലാ മതങ്ങളും എന്ത് ചെയ്യുന്നുണ്ട്, അത് ചില പ്രത്യേകതകൾ എല്ലാ മതങ്ങൾക്കും ഉണ്ട് എന്നാണ് പറയുന്നത്. എന്താണ് പ്രത്യേകതകൾ? അഥവാ ഇമോഷണൽ ഫീലിങ്സ്, അതുപോലെ തന്നെ ആറ്റിറ്റ്യൂഡ്സുകൾ, ഇതെല്ലാം എന്ത് ചെയ്യുന്നുണ്ട്, നിഗൂഢമായിട്ടുള്ള ശക്തികളിലൂടെ എന്ത് ചെയ്യുന്നുണ്ട്, അതൊക്കെ നടപ്പിലാക്കുക, അല്ലെങ്കിൽ അതൊക്കെ ഉള്ളതാണ് മതങ്ങളെന്ന് പറയുന്നത്. As such, religion comprises first system of attitudes, beliefs and symbols which were based on the assumption that certain kinds of social relations are sacred or morally imperative, and second, a structure of activities governed or influenced by this system. അപ്പോൾ എന്താണ് പറയുന്നത്? ഇത്തരത്തിലുള്ള റിലീജിയൻ എന്ന് പറയുന്നത് ചില മനോഭാവങ്ങളുടെയും വിശ്വാസങ്ങളുടെയും അതുപോലെ തന്നെ സിമ്പിൾസിൻ്റെയും ഒക്കെ അടിസ്ഥാനത്തിലാണ് നിലനിൽക്കുന്നത്. ഇനി അക്കോർഡിംഗ് ടു റാഡിൻ ഇറ്റ് കൺസിസ്റ്റ് ഓഫ് 2 parts. ഇതിനെന്തുണ്ട്? റാഡിൻ്റെ അഭിപ്രായത്തിൽ ഇതിന് 2 പാർട്ടുകൾ ഉണ്ടാകുന്നതാണ്, ഫിസിയോളജിക്കൽ ആൻഡ് സൈക്കോളജിക്കൽ എന്ന് പറയുന്നത്. ദ ഫിസിയോളജിക്കൽ പാർട്ട് എക്സ്പ്രസ് ഇറ്റ് സെൽഫ് ഇൻ സച്ച് ആക്ട്സ് ഓഫ് നീലിംഗ്, ക്ലോസിങ് ദ ഐസ്, ടച്ചിങ് ദ ഫീറ്റ്. അവർ പറയുന്നത് എന്താണ്? ഫിസിയോളജിക്കൽ പ്രത്യേകത എന്ന് പറയുന്നതാണ് നമ്മൾ പറഞ്ഞിട്ടുള്ളത്. എന്താണ്? ക്ലോസിങ് ഓഫ് ഐസ്, കണ്ണടക്കുക, അതുപോലെ ടച്ചിങ് ഓഫ് ഫീറ്റ്, കാൽപാദങ്ങൾ വന്നിക്കുക, ഇതൊക്കെ എന്താണ് ഇതിൻ്റെ ഒരു പ്രത്യേകത. ദ സൈക്കോളജിക്കൽ പാർട്ട് കൺസിസ്റ്റ് ഓഫ് സൂപ്പർ നോർമൽ സെൻസിറ്റിവിറ്റി ടു സെർട്ടൻ ബിലീഫ്സ് ആൻഡ് ട്രഡീഷൻ. അഥവാ സൈക്കോളജിക്കൽ എന്ന് പറയുന്നത് സൂപ്പർ ആയിട്ടുള്ള അല്ലെങ്കിൽ അമാനുഷികമായിട്ടുള്ള സെൻസിറ്റീവിനെയും ബിലീഫിനെയും ഒക്കെ ഇതെന്ത് ചെയ്യുന്നു, അടയാളപ്പെടുത്തുന്നു എന്നാണ് പറയുന്നത്. വൈൽ ബിലീഫ്സ് ഇൻ സൂപ്പർ നാച്ചുറൽ പവേഴ്സ് മേ ബി കൺസിഡേർഡ് ദ ബേസിസ് ടു ഓൾ റിലീജിയൻ, equally fundamental is the presence of deeply emotional feeling which Gordon Weber called the religious thrill എന്നാണ് പറയുന്നത്. അപ്പോൾ ഈ പാസേജ് നമ്മൾ എന്ത് ചെയ്യണം, വായിച്ച് മനസ്സിലാകും. There are numerous definitions of religion given by thinkers according to their own conception. ഒരുപാട് തിങ്കേഴ്സ് എന്ത് ചെയ്യുന്നുണ്ട്, ഈ റിലീജിയന് വ്യത്യസ്തമായിട്ടുള്ള കൺസെപ്റ്റുകൾ നൽകുന്നുണ്ട് എന്നാണ് പറയുന്നത്. As a matter of fact, that forms of in which religion expresses itself so much that it is difficult to agree upon definition. Some maintain that religion includes belief of supernatural or mysterious powers, and that is expressing itself in our activities designed to deal with those powers. അഥവാ എല്ലാ മതങ്ങൾക്കിടയിൽ സൂപ്പർ നാച്ചുറൽ പവേഴ്സിനെ അല്ലെങ്കിൽ അമാനുഷികമായ ശക്തിയിലുള്ള വിശ്വാസമൊക്കെ നിലനിൽക്കുന്നുണ്ട് എന്ന് പറയും. സം റിഗാർഡ് റിലീജിയൻ ആസ് ബിലീവ് ഇൻ ദ ഇമ്മോർട്ടാലിറ്റി ഓഫ് സോൾ. ആത്മാവിലുള്ള വിശ്വാസവും എന്ത് ചെയ്യുന്നുണ്ട്, നിലനിൽക്കുന്നു. വൈൽ ഇറ്റ് ഈസ് പോസിബിൾ ടു ഡിഫൈൻ ആസ് ബിലീവ് ഇൻ ഗോഡ് ഓർ സം സൂപ്പർ നാച്ചുറൽ പവേഴ്സ്. അഥവാ അമാനുഷിക ശക്തിയിലോ അല്ലെങ്കിൽ ദൈവത്തിലോ ഉള്ള വിശ്വാസങ്ങൾ നിലനിൽക്കുന്നു. ഇറ്റ് ഈസ് വെൽ റിമെമ്പർ ദാറ്റ് ഹിയർ ക്യാൻ ആൾസോ ബി എ godless religion as Buddhism is. The Buddhism rejects beliefs in the immortality of the soul and the life of hereafter. അപ്പോൾ ബുദ്ധിസം എന്ന് പറയുന്നത് എന്താണ്, അത് റിജക്റ്റ് ചെയ്യുന്നു എന്തിനെ, ഇമ്മോർട്ടാലിറ്റി ഓഫ് സോളിൻ്റെ ഇമ്മോർട്ടാലിറ്റിയെയും അതുപോലെ തന്നെ ലൈഫ് ഓഫ് ഹിയർ ആഫ്റ്റർ, ഇതിന് ശേഷമുള്ള ജീവിതത്തെയും കുറിച്ച്. അപ്പോൾ ഇതാണ് നമ്മളിവിടെ ഓർത്തു വച്ചിട്ടുള്ളത്. ഇവിടെ നമ്മളോടുള്ള ചോദ്യം, വാട്ട് റിഫ്ലക്ട്സ് ദ ഹാംഫുൾ സൈഡ് ഓഫ് റിലീജിയസ് ഡൈവേഴ്സിറ്റി എന്നുള്ള ഒരു ചോദ്യം നമ്മളോട് ചോദിച്ചിട്ടുണ്ട്. എന്താണ് ഈ ചോദ്യം, വാട്ട് റിഫ്ലക്ട്സ് ദ ഹാംഫുൾ സൈഡ് ഓഫ് റിലീജിയസ് ഡൈവേഴ്സിറ്റി, റിലീജിയസ് ഡൈവേഴ്സിറ്റിയുടെ പ്രധാനപ്പെട്ട ഒരു അതിന് തടസ്സമാകുന്ന കാരണം എന്താണ് എന്നാണ് ചോദ്യം. ഇവിടെ തന്നെ കൊടുത്തിട്ടുണ്ട്, ദ പ്രസൻസ് ഓഫ് റിലീജിയസ് കമ്മ്യൂണലിസം എന്നാണ് അതിൻ്റെ ആൻസർ. ടു റിഫ്ലക്ട് ദ ഹാംഫുൾ സൈഡ് ഓഫ് റിലീജിയസ് ഡൈവേഴ്സിറ്റി, റിലീജിയസ് കമ്മ്യൂണലിസം എന്നാണ് ഒന്നാമത്തേതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിത് വായിച്ചതിന് ശേഷം എന്ത് ചെയ്യണം, അതിൻ്റെ ചോയ്സ് തിരഞ്ഞെടുത്ത് എഴുതണം. രണ്ടാമത്തെ, വാട്ട്സ് ദ ഇൻറ്ററിങ് ദ ഹാർമോണിയസ് പ്രോസസ് ഓഫ് സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്.
ഹൗ കുഡ് ബി ടു അച്ചീവ്ഡ് എന്നാണ് ചോദ്യം. എന്താണ്? വാട്ട് ദ ഇറ്റ് ഇസ് ഹിൻഡറിങ് ദ ഹാർമോണിയസ് പ്രോസസ് ഓഫ് സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റ്. സോഷ്യോ പൊളിറ്റിക്കൽ ഡെവലപ്മെൻറ്റിനെ അതിൻ്റെ ആ ഒരു ഹാർമോണിയസ് എന്ന് പറഞ്ഞാൽ നമ്മൾ അതിനെ നല്ല സഹകരണത്തോടു കൂടി പോകുന്നതിനാണ്. അതിനെ എന്ത് ചെയ്യുന്നു? അതിനെ ഹിൻഡറിങ് ചെയ്യുന്ന ഹൗ കുഡ് ഇറ്റ് ബി അച്ചീവ്ഡ്, അത് എങ്ങനെയാണ് നേടിയെടുക്കുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ അവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഉത്തരം ഏതാണ്? ഇതിൽ ഉത്തരം വന്നിട്ടുണ്ട്. എവിടെയാണ് ഉത്തരം? ഉത്തരം റിലീജിയസ് ഫാക്ടേഴ്സ്. റിലീജിയസ് അപ്പോൾ മനസ്സിലാക്കണം. റിലീജിയസ് ഫാക്ടേഴ്സ് സച്ച് ആസ് ടോളറൻസ് it could be achieved to secularization of political culture എന്ന് പറയുന്ന ഭാഗമാണ് ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ ഇതിൽ നമ്മൾ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട ഭാഗം ഇതാണ്. കൾച്ചറൽ സ്ട്രക്ചർ ഓഫ് സെക്യുലറൈസേഷൻ എന്ന് പറയുന്ന ഭാഗം. അപ്പോൾ ഇത് ഓർത്തു വെക്കുക. റിലീജിയസ് ഫാക്ടർ കണ്ടിന്യൂസ് ആസ് എ ഹിൻഡറിങ് harmful the factor as the harmonious process of socio-political development അഥവാ റിലീജിയസ് ടോളറൻസ് എന്നാണ് നമ്മൾ അവിടെ പ്രധാനമായിട്ടും ഓർത്തു വെക്കേണ്ട ഭാഗം എന്ന് പറയുന്നത്. ഇപ്പോൾ രണ്ടെണ്ണമായി. The spirit of secularism and the process of secularization of political culture as it to secure the visible hold in the polity. Religious tolerance is preached by all, it is not effectively practiced and cultivated. As such, a religious factor continues as an hindering and harmful factor in the harmonious process of socio-political development എന്നാണ് നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത്. ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ എന്താണ്? ഇൻ സോഷ്യോളജി ഹൗ ദ റിലീജിയൻ ഈസ് ഡിഫൈൻഡ്. എങ്ങനെയാണ് സോഷ്യോളജിയിൽ എന്ത് ചെയ്തിട്ടുള്ളത്? ഈ റിലീജിയൻ ഡിഫൈൻഡ് ചെയ്തിട്ടുള്ളത് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ സോഷ്യോളജിയിൽ എങ്ങനെയാണ് റിലീജിയൻ ഡിഫൈൻഡ് ചെയ്തിട്ട്? സോഷ്യോളജി ഇറ്റ് ഡിഫൈൻസ് റിലീജിയൻ ആസ് ദോസ് ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് സിസ്റ്റം ഓഫ് ബിലീഫ്സ്, സിംബൽസ്, values and practices that provide group of men with solution to their question of ultimate being എന്നാണ് നമ്മൾ ഓർത്തു വെക്കേണ്ടത്. അപ്പോൾ അതാണ് അവിടുത്തെ അതിൻ്റെ ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ അത് മനസ്സിലാക്കി വെക്കുക. ഇനി എക്സ്പ്ലെയിൻ ഹൗ ബുദ്ധിസം ഈസ് ഡിഫറെൻറ്റ് ഫ്രം എനി അതർ റിലീജിയൻ. ബുദ്ധിസം എങ്ങനെയാണ്, ബുദ്ധമതം മറ്റുള്ള മതങ്ങളിൽ നിന്നും ഡിഫറെൻ്റ് ആയത് എന്നാണ് അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാനാണ് പറയുന്നത്. എന്താണത്? അവിടെ കൊടുത്തിട്ടുണ്ട്. While it is possible to define as a belief in God or some supernatural powers, it is well to remember that can also godless religion of as a Buddhism is. The Buddhism rejects beliefs in the immortality of soul and the life of hereafter. അപ്പോൾ അതാണ് അതിനുള്ള ആൻസർ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ പാസേജിൽ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത്. അപ്പോൾ പാസേജിൽ ഓർത്ത് വെക്കേണ്ട ഭാഗങ്ങൾ ഇതാണ്. ഇനി പറയാൻ പോകുന്നത് ഏതാണ്? ആൻസർ ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ഇൻ അറൗണ്ട് 100 വേർഡ്സ്. 100 വേർഡ്സിലുള്ള ക്വസ്റ്റ്യനുകൾ ഏതൊക്കെയാണ്? ഡിസ്ക്രൈബ് ദ യൂസ്ഫുൾനെസ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഇൻ സോഷ്യോളജിക്കൽ റിസർച്ച്. സോഷ്യോളജിക്കൽ റിസർച്ചിൽ അഥവാ സാമൂഹിക ശാസ്ത്രത്തിൻ്റെ ഗവേഷണത്തിൽ ഉപയോഗിക്കുന്ന ഹിസ്റ്റോറിക്കൽ മെത്തേഡിനെ കുറിച്ച് വിവരിക്കുക. അതുപോലെ തന്നെ എന്താണ് അതിൽ 27 കൊടുത്തിട്ടുണ്ട്. ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ എക്സോഗമി ആൻഡ് എൻഡോഗമി. വളരെ ഈസിയാണത്. എക്സോഗമി എന്ന് പറഞ്ഞാലും എൻഡോഗമി എന്ന് പറഞ്ഞാലും എന്താണെന്ന്. എക്സോഗമി എന്ന് പറഞ്ഞാൽ ജാതിക്ക് പുറത്ത് വിവാഹം കഴിക്കുക. എൻഡോഗമി എന്ന് പറഞ്ഞാൽ ജാതിക്കകത്ത് നിന്ന് വിവാഹം കഴിക്കുക. ഒരു വ്യക്തി എന്ത് ചെയ്യുന്നു? ജാതിയുടെ അകത്ത് നിന്ന് വിവാഹം കഴിക്കുന്നതിനെ എൻഡോഗമി എന്നും ജാതിക്ക് പുറത്ത് നിന്ന് വിവാഹം കഴിക്കുന്നതിന് എന്ത് ചെയ്യുന്നു?
എക്സോഗമി എന്നും പറയുന്നു. ആ കാര്യങ്ങളാണ് അവിടെ എഴുതിയിരിക്കുന്നത്. ഡിസ്ക്രൈബ് ദ യൂസ്ഫുൾനെസ് ഓഫ് ഹിസ്റ്റോറിക്കൽ മെത്തേഡ് റിസർച്ച്. അത് നമുക്ക് നോക്കാം. ഹിസ്റ്റോറിക്കൽ മെത്തേഡുകൾ എന്തൊക്കെയാണ്, അതിനെക്കുറിച്ച് വിശദീകരിക്കുക എന്നാണ് ചോദ്യം വന്നിട്ടുള്ളത്. അപ്പോൾ അവിടെ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടതാണ്, ദിസ് മെത്തേഡ് എൻഗേജ് ഇൻ ദ ഇവാലുവേഷൻ സോഴ്സ് ഓഫ് ഇൻഫർമേഷൻ അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് ദ അനലൈസിസ് ഓഫ് ഒതൻറ്റിക് സോഴ്സസ് ഫോർ ഡീറ്റെയിൽഡ് ഡാറ്റ അബൌട്ട് ദ പീരീഡ് ബീയിങ് സ്റ്റഡീസ്. അഥവാ എന്താണ് അവിടെ പറയുന്നത്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്? ഇവാലുവേഷൻ ഓഫ് സോഴ്സ് ഇൻഫർമേഷൻ അബൌട്ട് ദ പാസ്റ്റ് ആൻഡ് അനലൈസിസ് ഓഫ് ഒതൻറ്റിക് സോഴ്സസ് ഫോർ ഡീറ്റെയിൽഡ് ഡാറ്റ അബൌട്ട് ദ പീരീഡ് ബീയിങ് സ്റ്റഡീസ്. അഥവാ നമുക്ക് ഹിസ്റ്റോറിക്കൽ പീരീഡ് അഥവാ നമുക്ക് കിട്ടേണ്ട അറിവുകൾ ലഭിക്കുന്നതിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു, കഴിഞ്ഞ കാലത്തെ അറിവുകൾ അല്ലെങ്കിൽ കഴിഞ്ഞ കാലത്തെ വിവരങ്ങളെക്കുറിച്ച് പഠനം നടത്തുന്നതിന് വേണ്ടിയിട്ടാണ്, അല്ലെങ്കിൽ ആ അറിവുകൾ ഉപയോഗിച്ചുകൊണ്ടാണ് എവിടെ പഠനം നടത്തുന്നത്, ഹിസ്റ്റോറിക്കൽ ഡാറ്റയിൽ പഠനം. ഇനി അതിൽ തന്നെ എന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് ദ സ്റ്റഡി ഓഫ് ഒറിജിൻസ്. അത് സ്റ്റഡി നടത്തുന്നത് എന്തിനു വേണ്ടിയാണ്? ഒറിജിൻസ്, എവിടെ നിന്നാണ് ഉത്ഭവം, അതുപോലെ വികാസം ആൻഡ് ട്രാൻസ്ഫോർമേഷൻ ഓഫ് സോഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ്, സാമൂഹ്യ സ്ഥാപനത്തിൻ്റെ സാമൂഹ്യ സ്ഥാപനത്തിൻ്റെ ഉത്ഭവം, പരിണാമം, അതിൻ്റെ പുരോഗതി എന്നിവയെക്കുറിച്ചൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഹിസ്റ്റോറിക്കൽ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് പഠനം നടത്തുന്നു എന്നാണ് പറയുന്നത്. നേരത്തെ എക്സോമി നമ്മൾ പറഞ്ഞു, ഇനി അതിനെക്കുറിച്ച് വിശദമായിട്ട് പറയേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ എൻഡോഗമിയും പറഞ്ഞു. ഇനി അടുത്ത ഒരു ചോദ്യമാണ് നമ്മളോട് ചോദിക്കാൻ പോകുന്നത്, അല്ലെങ്കിൽ അടുത്തൊരു ചോദ്യത്തിലേക്ക് നമ്മൾ കടന്നാൽ മനസ്സിലാക്കുക. ഏതാണ് ചോദ്യം? അപ്പോൾ നമുക്ക് ഓപ്ഷൻ ഇവിടെ തന്നിട്ടുണ്ട്. ഇനി അടുത്ത ഓർ 27B, എക്സ്പ്ലെയിൻ ഹൗ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ ഈസ് നോട്ട് ഫൗണ്ട് യൂണിവേഴ്സലി ഓൾദോ സം ഓഫ് ദ പാർട്ട് ഓഫ് ഇൻഇക്വാളിറ്റി ഈസ് പ്രിവലന്റ് ഇൻ ഓൾ സൊസൈറ്റീസ്. എന്താണ് ചോദ്യം? എക്സ്പ്ലെയിൻ ഹൗ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ, സാമൂഹ്യ ശ്രേണീകരണം എന്ത് ചെയ്യുന്നു, ഈസ് നോട്ട് ഫൗണ്ട് യൂണിവേഴ്സലി, അത് കണ്ടെത്തിയിട്ടില്ല എന്ത്, although some of the inequalities prevalent in all societies. ആ ഒരു കൂടുതലായിട്ടുള്ള സമൂഹത്തിലും എന്ത് ചെയ്തിട്ടില്ല, ഇൻഇക്വാളിറ്റി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇത് ഈ സോഷ്യൽ സ്ട്രാറ്റിഫിക്കേഷൻ കണ്ടെത്തിയിട്ടില്ല എന്നാണ് പറയുന്നത്. അതിനെക്കുറിച്ച് ചെയ്ത രണ്ടാമത്തെ, ഡിസ്റ്റിങ്വിഷ് ബിറ്റ്വീൻ അസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് ആൻഡ് അച്ചീവ്ഡ് സ്റ്റാറ്റസ്. നേടിയെടുക്കുന്ന സ്റ്റാറ്റസും സ്ഥിരമുള്ള സ്റ്റാറ്റസിനെയും കുറിച്ച് വിശദീകരിക്കുക. 28ാമത്തെ ക്വസ്റ്റ്യനാണ്. നേടിയെടുക്കുന്ന സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് സ്വമേധയാ കിട്ടുന്ന സ്ഥാനത്തെയാണ് എന്ത് ചെയ്യുന്നത്, ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് എന്ന് പറയുന്നത്. അച്ചീവ്ഡ് സ്റ്റാറ്റസ് എന്ന് പറഞ്ഞാൽ നമുക്ക് സമൂഹത്തിൽ ലഭിക്കുന്നത്. അപ്പോൾ ഉദാഹരണത്തിന് അച്ഛൻ അമ്മ, അതെന്താണ്, നേടിയെടുക്കുന്ന സ്റ്റാറ്റസാണ്, നമുക്ക് കിട്ടുന്ന സ്റ്റാറ്റസാണ്. എന്നാൽ നേടിയെടുക്കുന്ന സ്റ്റാറ്റസാണ്, ഉദാഹരണം പോലീസുകാരൻ, കലക്ടർ, ഈ പോസ്റ്റൊക്കെ എന്താണ്, നമ്മുടെ കഴിവ് കൊണ്ട് നേടിയെടുക്കുന്നത്. ഇതാണ് മനസ്സിലാക്കി വെക്കുക. ഇനി അത് ഉദാഹരണം പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാവുമെന്ന് വിചാരിച്ചുകൊണ്ടാണ് പറയുന്നത്, അത് ഓർത്ത് വെക്കാം. ഇനി മറ്റൊന്നാണ്, എക്സ്പ്ലെയിൻ ഹൗ ഡു വുമൺ ആർ സബ്ജക്റ്റഡ് ടു എക്സ്പ്ലോയിറ്റേഷൻ ഡ്യൂ ടു ദി വാരിയസ് സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസ്. സ്ത്രീകൾ എങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, വ്യത്യസ്തമായിട്ടുള്ള സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസസ് മൂലം അവർക്ക് ചൂഷണത്തിന് വിധേയമാകുന്നത് എന്നാണ് ചോദ്യം. അപ്പോൾ ആ ചോദ്യത്തിനുള്ള ആൻസറാണ് ഇനി നമ്മൾ പറയാൻ പോകുന്നത്. അപ്പോൾ അത് നല്ലോണം മനസ്സിലാക്കി വെക്കുക. അവിടെയുള്ള ചോദ്യം എന്താണ്, അവിടെ ചോദ്യം റോൾ ഓഫ് നൈബർഹുഡ് ഇൻ സോഷ്യൽ കൺട്രോൾ. ആസ്ക്രൈബ്ഡ് സ്റ്റാറ്റസ് നേരത്തെ നമ്മൾ പറഞ്ഞു, അച്ചീവ്ഡ് സ്റ്റാറ്റസും പറയും. ഇനി പറയാനുള്ളത് എന്താണ്, റോൾ ഓഫ് നൈബർഹുഡ് സോഷ്യൽ കൺട്രോൾ. നൈബർഹുഡ് എൻഷേഴ്സ് a uniformity and conformity and corrects deviant behavior by being an enthusiastic participant of many of the everyday activities. Neighborhood is fulfilled it is role of medium school.
അപ്പോൾ കൈൻഡ്സ് ഓഫ് വുമൺ അതാണ് ഇനി നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. എക്സ്പ്ലോയിറ്റേഷൻ വാരിയസ് സോഷ്യോ കൾച്ചറൽ പ്രാക്ടീസസ്. ദേ ആർ എക്സ്പ്ലോയിറ്റഡ് ഇൻഹെറിറ്റൻസ്. പാരമ്പര്യമായിട്ട് അവരെന്ത് ചെയ്യുന്നു? അവരെ എക്സ്പ്ലോയിറ്റ് ചെയ്യുന്നു. പൊസഷൻ ഓഫ് പ്രോപ്പർട്ടി അവർക്ക് സ്വത്തവകാശത്തിൽ കൈവശം വെക്കുന്നതിൽ പ്രശ്നങ്ങൾ. അതുപോലെ തന്നെ എന്താണ്? ഓർണമെൻറ്റ്സ്, ആഭരണങ്ങൾ അഥവാ ഓർണമെൻറ്റ്സ് എന്നൊക്കെ പറയുന്നത് എന്താണ്? ഡൗറി സമ്പ്രദായങ്ങളാണ്. ആൻഡ് മോഡ് ഓഫ് പേയ്മെൻറ്റ് ദേ കനോട്ട് സെൽ ദ പ്രോപ്പർട്ടി ഓഫ് ഹസ്ബൻഡ് എനി അതർ. ദേ സെൽ ദ പ്രോപ്പർട്ടി ഓഫ് ഹസ്ബൻഡ് എന്ന് പറഞ്ഞാൽ അവർക്ക് എന്ത് ചെയ്യില്ല? അവർക്ക് അവരുടെ പ്രോപ്പർട്ടി വിൽക്കപ്പെടാനുള്ള അധികാരമൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇതൊക്കെയായിരുന്നു അവർക്കുണ്ടായിരുന്ന പ്രശ്നങ്ങളെന്ന് പറയുന്നത്. അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ റോൾ ഓഫ് നൈബർഹുഡ് ഇൻ സോഷ്യൽ കൺട്രോൾ എന്ന് പറയുന്നിടത്ത് ഓർത്ത് വെക്കേണ്ടതാണ്. നൈബർഹുഡ് 29 ക്വസ്റ്റ്യൻ. അതെന്താണ്? നൈബർഹുഡ് എൻഷുവേഴ്സ് യൂണിഫോമിറ്റി ആൻഡ് കൺഫോമിറ്റി ആൻഡ് കറക്ട്സ് ഡിവിയൻറ്റ് ബിഹേവിയർ. അഥവാ നൈബർഹുഡ് എന്ന് പറയുന്നത് എന്താണ്? അത് കൺഫോമിറ്റി ആയിട്ടും യൂണിഫോമിറ്റി ആയിട്ടുള്ള ഡിവിയൻറ്റ് ബിഹേവിയറിനെ സഹായിക്കുന്നു എന്ന് നമ്മൾ ഓർത്ത് വെക്കണം. ഇനി അടുത്ത ഒരു ക്വസ്റ്റ്യൻ ആണെന്ത്? കോസസ് ഓഫ് കറപ്ഷൻ. അപ്പോൾ നമ്മൾ മനസ്സിലാക്കി വെക്കേണ്ടത് എന്താണ്? 30ാമത്തെ ക്വസ്റ്റ്യനാണ്. 30. ഹൈലൈറ്റ് ദ റോൾ ഓഫ് നൈബർഹുഡ് ആസ് ആൻ ഏജന്റ് ഓഫ് സോഷ്യൽ കൺട്രോൾ. അത് നമ്മൾ പറഞ്ഞു. ദെൻ 31 എക്സ്പ്ലെയിൻ ഡിഫറെൻറ്റ് കോസസ് ഓഫ് കറപ്ഷൻ ദാറ്റ് യു സീ ഇൻ ദ പ്രസൻറ്റ് ടൈം. ഈ നമ്മുടെ ഇപ്പോഴത്തെ കാലത്തുള്ള കറപ്ഷനെക്കുറിച്ച്, കറപ്ഷൻ എന്ന് പറഞ്ഞാൽ അഴിമതിയാണ്, അതിനെക്കുറിച്ച് പ്രസൻറ്റ് ടൈമിലുള്ള ഒരു ഡിഫറെൻറ്റ് കാരണങ്ങൾ എഴുതുക. അതുപോലെ തന്നെ 31 ബി ഓർ എന്ന് കാണാം. നെയിം എനി 5 സോഷ്യോ എക്കണോമിക് പ്രോബ്ലം റിലേറ്റഡ് ടു പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ. അഥവാ ജനസംഖ്യാ വിസ്ഫോടനത്തിന് കാരണമായിട്ടുള്ള 5 സാമ്പത്തിക സാമൂഹിക കാരണങ്ങൾ വിശദീകരിക്കുക എന്നാണ് 31 ബിയിൽ പറയുന്നത്. ഏതൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ നമ്മൾ 2 ക്വസ്റ്റ്യനുകളാണ് ഇവിടെ ഇപ്പോൾ അവലോകനം ചെയ്യുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഏതാണ്? നേരത്തെ നമ്മൾ പറഞ്ഞിട്ടുള്ള കറപ്ഷൻ. കറപ്ഷൻ എന്താണ്? അഴിമതി. കറപ്ഷനിൽ എന്തായിരിക്കും? ടു മേക്ക് ഇല്ലീഗൽ തിങ്സ് ലീഗൽ ഓൺ ദ ബേസിസ് ഓഫ് ട്രൈബ് ഓർ കമ്മീഷൻ. കമ്മീഷൻ്റെ അടിസ്ഥാനത്തിൽ എന്ത് ചെയ്യുക? കൈക്കൂലി വാങ്ങാം. അതാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇല്ലീഗലായിട്ട് അഥവാ നിയമപരമല്ലാതെ എന്ത് ചെയ്യുക? ഇല്ലീഗലായിട്ട് അവരിൽ നിന്ന് കൈക്കൂലി വാങ്ങാം. രണ്ടാമത്തെ ടു അക്വയർ മോർ ആൻഡ് മോർ വെൽത്ത് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്. അഥവാ കൺസ്യൂമർ ഗുഡ്സ് അതെന്ത് ചെയ്യുന്നു? ഉപഭോക്തൃ വസ്തുക്കൾ അതെന്ത് ചെയ്യുക? കൂടുതലായിട്ട് നേടിയെടുക്കാൻ ശ്രമിക്കുക. എങ്ങനെയൊക്കെ? വെൽത്ത് ആൻഡ് കൺസ്യൂമർ ഗുഡ്സ്, ആരോഗ്യവും കൺസ്യൂമർ ഗുഡ്സും. അതുപോലെ തന്നെ എന്താണ്? ഹൈ ആസ്പിറേഷൻ ഫ്രം ജോബ്സ്, തൊഴിലുകളിൽ എന്ത് ചെയ്യുക? കൈക്കൂലി പറ്റുക. ടു എൻഹാൻസ് ദ സ്റ്റാറ്റസ് ഇൻ ദ സൊസൈറ്റി, സൊസൈറ്റിയിൽ സ്റ്റാറ്റസ് ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിക്കുക. ടു പേ ഡൗറി, സ്ത്രീധനം പേ ചെയ്യുക, അല്ലെങ്കിൽ സ്ത്രീധനം കൊടുക്കുക. ടു മീറ്റ് എക്സ്പെൻഡിച്ചർ ഓൺ എഡ്യൂക്കേഷൻ ഓഫ് ചിൽഡ്രൻ. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ അവിടെ മനസ്സിലാക്കേണ്ടത്. അപ്പോൾ 31ാമത്തെ ക്വസ്റ്റ്യൻ്റെ ആൻസറാണ് ഇനി പറയുന്നത്. 31 ബി. അതിലെന്തായിരുന്നു നമ്മൾ പറഞ്ഞിരുന്നത്? അതിൽ പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ ഉണ്ടാകാനുള്ള സാമൂഹിക സാമ്പത്തിക കാരണങ്ങൾ വിശദീകരിക്കുക എന്നാണ് ക്വസ്റ്റ്യൻ. അതിന് ആൻസർ എന്താണ്? ലാക്ക് ഓഫ് ഷെൽട്ടർ, എന്തില്ല? അഭയകേന്ദ്രങ്ങൾ അല്ലെങ്കിൽ വീടില്ലാത്ത അവസ്ഥ. അതുപോലെ തന്നെ ലാൻഡ്നെസ്, ഭൂമിയില്ലാത്ത അവസ്ഥ. പോവർട്ടി, ദാരിദ്ര്യം. ഇല്ലിറ്ററസി, അതുപോലെ നിരക്ഷരത. ലോ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ്, താഴ്ന്ന രീതിയിലുള്ള ജീവിത നിലവാരം. അൺഎംപ്ലോയ്മെൻറ്റ്, തൊഴിലില്ലായ്മ. മാൽന്യൂട്രീഷൻസ് അഥവാ പോഷകാഹാരക്കുറവുകൾ. അതുപോലെ അണ്ടർ ദ നോറിഷ്മെൻറ്റ്, ഇൽ ഹെൽത്ത്, രോഗാവസ്ഥകൾ. ഇൻസഫിഷ്യൻ്റ് ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ അഥവാ ഇൻഫ്രാസ്ട്രക്ചറിൽ ഉണ്ടാകുന്ന അഭാവം. അതുപോലെ തന്നെ എന്താണ്? ഓവർ ഗ്രോയിങ് മൈഗ്രേഷൻ, മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് എന്ത് ചെയ്യുക? മൈഗ്രേറ്റ് ചെയ്യുക അഥവാ കുടിയേറി പാർക്കുക. ഇതൊക്കെയാണ് എന്ത്? ഇതിൻ്റെ
പോപ്പുലേഷൻ എക്സ്പ്ലോഷൻ കൂടാനുള്ള പ്രധാനപ്പെട്ട കാരണങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കി വെക്കുക. അതുപോലെ ക്രൈംസൊക്കെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് നമ്മൾ 2 മാർക്കിൽ പ്രധാനമായിട്ട് ഓർത്ത് വെക്കേണ്ട ഭാഗങ്ങളെന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഇന്നത്തെ ക്ലാസ് തൽക്കാലം വൈൻഡപ്പ് ചെയ്യുന്നു. താങ്ക്സ്.